I request school choir to come forward and lead us with the prayer. ദൈവമേ ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായി എന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. ദൈവമേ ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായി എന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിൻ ഉറവിടമാ ദേവാ നീ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. സർവജ്ഞാനത്തിൻ ഉറവിടമാ ദേവാ നീ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എൻ്റെ വീഥികളിൽ നിത്യം ദീപമായിടണേ. ദൈവമേ ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായി എന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ, കൃപ എന്നിൽ തൂകണമേ. അടുത്തതായി ഇന്നത്തെ ഈ ചടങ്ങിന് സ്വാഗതം അറിയിച്ച് സംസാരിക്കുന്നതിനായി സ്കൂൾ ചെയർപേഴ്സൺ അനയ സണ്ണിയെ ക്ഷണിക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിവൺ. ബൈബിളിൽ സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 7:7 ഇങ്ങനെയാണ് പറയുന്നത്: ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നമ്മൾ കഴിഞ്ഞ 12-14 വർഷങ്ങളായിട്ട് ടെക്നിക്കലി ചെയ്തുകൊണ്ടിരിക്കുകയും ഇനിയും ചെയ്യാൻ പോവുകയും ചെയ്യുന്ന എഡ്യൂക്കേഷൻ എന്നതിൻ്റെ സിമ്പിൾ ഡെഫിനിഷനാണിത്. സ്കൂൾ എന്ന ഒരു ടാഗ് ലൈൻ ഇനി നമുക്കില്ല. അപ്പോൾ ഇനി സ്കൂൾ ഡേയ്സിൽ നിന്നുള്ള ഒരു ബൈ ബൈ കൂടിയാണ് ഈ സെൻഡ് ഓഫ്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ലോക ഫുട്ബോൾ താരമായ CR7 എന്നറിയപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജന്മദിനം. അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഇതാണ്: ഐ ആം ദ ബെസ്റ്റ് ഫുട്ബോളർ ഐ ഹാഡ് എവർ സീൻ. നമുക്ക് നമ്മളിൽ തന്നെ വിശ്വസിച്ച് ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ എന്ന ഒരു മനസ്സോടുകൂടി ഇനിയുള്ള ലൈഫിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്കറിയാം, അന്നും ഇന്നും സെൻറ്റ് മേരീസ് ഫാമിലിയുടെ അമരക്കാരൻ, എല്ലാം മാറിയാലും മാറാതെ നിൽക്കുന്ന 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ടീച്ചേഴ്സ് ആൻഡ് സിബി അച്ഛൻ. അതിൽ സിബി അച്ഛൻ സെൻറ്റ് മേരീസ് ഫാമിലിയുടെ ഒരു ബിഗ് ഫാദറാണ്. സിബി അച്ഛൻ ഇടയ്ക്ക് വഴക്കു പറഞ്ഞ്, ഇടയ്ക്ക് സ്നേഹിച്ച്, കലഹിച്ച്, കുശലം പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരു വൈബ്രന്റ് എനർജി. സിബി അച്ഛനെ നിറഞ്ഞ ഹൃദയത്തോടെ ഈ സെൻഡ് ഓഫിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മളെപ്പോലെ തന്നെ ഇവിടെ നിന്ന് സെൻഡ് ഓഫ് ഏറ്റുവാങ്ങുകയും ചെയ്ത അഷിക വിനോദാണ്. അഷിക ചേച്ചിയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ നട്ടുകളും ബോൾട്ടുകളും നങ്കൂരം പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സ്കൂളിനെ സ്കൂളായി കൊണ്ട് നടക്കുന്ന മെയിൻ ഹൈലൈറ്റ് ഓരോ ടീച്ചേഴ്സുമാണ്. എവ്രിവൺ ഈസ് സ്പെഷ്യൽ ഇൻ ദെയർ ഓൺ വേസ് ആൻഡ് വിത്തൗട്ട് ദം ശരിക്കും ഇവിടെ ഒന്നും നടക്കില്ല. അപ്പം എല്ലാ ടീച്ചേഴ്സിനെയും അനധ്യാപകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ മാനേജർ ബിപിൻ ഫാദർ നമ്മോടൊപ്പമുണ്ട്. ഫാദറിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സ്കൂളിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി ലിജോഷ് സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. സാറിനെയും ഈ പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ മറ്റൊരു സ്റ്റണ്ണിങ് സ്റ്റാർസ് 3 പേരാണ്: ഷാനി മിസ്, ഷിജിത മിസ്, ബിനീഷ് അച്ഛൻ. കഴിഞ്ഞ ദിവസം ഷിജിത മിസ് ഞങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ അറിയുന്നില്ലെങ്കിലും നിങ്ങളുടെ ഒരു മീഡിയേറ്ററായിട്ട് സിബി അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ നിൽക്കുന്നുണ്ടെന്നുള്ളത്. അത്രയേറെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചർമാരെ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യമാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇന്നത്തെ പരിപാടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളുടെ ഒരു സെൻഡ് ഓഫ് ആണ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ കൂട്ടുകാരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. Cordially invite School Manager Reverend Father Bibin Jose for the Presidential Address. വേദിയിലുള്ള പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും പ്രിയമുള്ള കുട്ടികളെ,
ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സെൻറ്റ് മേരീസ് കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാണിത്. സെൻഡ് ഓഫ് പരിപാടി നമുക്കറിയാം, സന്തോഷവും ദുഃഖവും ഒക്കെ തളം കെട്ടി നിൽക്കുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും 2 വർഷക്കാലം ചിലവഴിച്ച ഈ കലാലയത്തിൽ വിട പറയുമ്പോൾ സന്തോഷം തോന്നുന്നവരുണ്ട്, ദുഃഖം തോന്നുന്നവരുണ്ടാവും. പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും കുടുംബാന്തരീക്ഷം ഇവിടെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടെങ്കിൽ ഒരു ചെറിയ ദുഃഖമൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഈ സമയം എല്ലാ സ്കൂളുകളിലും സെൻഡ് ഓഫിൻ്റെ കാലഘട്ടമാണ്, ആ കുട്ടികൾക്ക്, അധ്യാപകർക്ക്, എല്ലാവർക്കും. അപ്പോൾ ഓരോ കലാലയത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ഒത്തിരി ഓർമ്മകൾ ബാക്കി വെച്ച് നിങ്ങൾ പടിയിറങ്ങുന്നത്. നിങ്ങൾ ഈ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠിച്ച 2 വർഷം ഒത്തിരി നല്ല ഓർമ്മകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വിഷമിച്ച ഓർമ്മകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് ഇവിടെ നല്ല ഓർമ്മകളാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻറ്റ് മേരീസ് കുടുംബം, നമ്മുടെ കാരണവരായിട്ട് CBH ഇവിടെയുണ്ട്, പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്, നിങ്ങൾ ഓരോരുത്തരും. ഇപ്പം നിങ്ങളിവിടെ അധികം നമ്പർ ഇല്ലാത്തതുകൊണ്ട് ശരിക്കും കുടുംബാന്തരീക്ഷം എപ്പോഴും ഇവിടെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ സ്കൂളിൽ 2300 കുട്ടികളുള്ളതുകൊണ്ട് ആർക്കും ആരെയും വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെറിയ ഒരു സമൂഹമായതുകൊണ്ട് പരസ്പരം അറിയാൻ പറ്റും എല്ലാവർക്കും. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പരിചയമുണ്ട്. അധ്യാപകർ അടുത്തറിയാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടികളെയും അടുത്തറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ കിട്ടിയ അന്തരീക്ഷമല്ല ഇവിടെയുള്ളത്. സ്കൂൾ ലൈഫിൽ കുറച്ചുകൂടി നിങ്ങൾ മുതിർന്ന വ്യക്തികളായിട്ട് മാറി കുറച്ചുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ +2 കഴിയുന്ന ഈ സമയത്ത് ഒരു നല്ല തീരുമാനം എടുത്ത് മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. SLC കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള നിങ്ങളുടെ ഓരോ ചിന്തയനുസരിച്ച് ഓരോ സബ്ജക്റ്റ് നിങ്ങളെടുത്തു, അത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നു. ഇനി വീണ്ടും നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ മറ്റു രീതിയിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ പോകുന്ന ഒരു സമയമാണ്. കുറച്ച് പക്വത പ്രാപിച്ച ഒരവസരമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഭാവിയെ ഒത്തിരി പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ട്, ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾ എന്ത് കരിയർ പഠിക്കണമെന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് ഇനി ഒത്തിരി ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിന്തയുമായിട്ട് നിങ്ങൾ പുറത്തേക്ക് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങളെ സംബന്ധിച്ച് ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു വിദ്യാലയമാണെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ നിങ്ങളുടെ പഠനം, അതുപോലെ തന്നെ മറ്റ് അക്കാഡമിക് പ്രവർത്തനങ്ങൾ, എക്സ്ട്രാ കരിക്കുലർ പ്രവർത്തനം എല്ലാം നിങ്ങൾ ഒത്തിരി സ്വാധീനിച്ചു എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാനായിട്ട് സാധിക്കും. കാരണം എല്ലാത്തിനെയും ഗൈഡ് ചെയ്തുകൊണ്ട് CBHൻ്റെ ശക്തമായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ വിനേഷച്ചൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ട ടീച്ചേഴ്സിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും പരസ്പരം നിങ്ങൾക്ക് വളരുവാനുമുള്ള ഒരു നല്ല ഒരു അവസരമായിരുന്നു സെൻറ്റ് മേരീസിലെ ഈ പഠിച്ച കാലഘട്ടമെന്ന് ഉറപ്പായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെ ഈ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ പറ്റി പറയുമ്പോൾ ഇതൊരു മലയാളം മീഡിയം സ്കൂളാണെങ്കിലും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ആ പ്രൗഢിയോട് കൂടി നിങ്ങൾ ഓരോരുത്തരും ഇവിടെ പഠിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവിടെ നിങ്ങൾ പല സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ ഇവിടെയുണ്ട്, പല സിലബസ് പഠിച്ച കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് മുൻപോട്ട് പോയപ്പോൾ നല്ലൊരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു. അത് വലിയൊരു കാര്യമാണ്. നമുക്കറിയാം, പരിസരത്തുള്ള പല ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കുട്ടികൾ അടിപിടി കൂടിയും അതുപോലെ തന്നെ മറ്റ് രീതിയിലൊക്കെ ആ സമയം ചിലവഴിച്ചപ്പോൾ നന്നായിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കുക നിങ്ങൾക്ക് സാധിച്ചു. അതുപോലെ നന്നായിട്ട് പഠിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നല്ലൊരു സ്വഭാവം നിങ്ങൾക്കൊരു രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം കാരണക്കാരൻ കൂടെ നിൽക്കുന്ന അധ്യാപകരും പ്രിൻസിപ്പാളച്ചനുമാണ്. അപ്പോൾ അതുകൊണ്ട് നന്ദിയോടെ അവരെ ഓർക്കുവാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഞാൻ പലപ്പോഴും കാണുന്ന കാര്യം, ഈ +2 കഴിഞ്ഞ് മറ്റ് ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്തും ജോലിയൊക്കെ കിട്ടിയ സമയത്തും ഒക്കെ ഒത്തിരി പേര് ഇവിടെ CBHൽ കാണുവാൻ വേണ്ടി വരാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അത്രമാത്രം നിങ്ങളുടെ മനസ്സിൽ CBHനൊക്കെ സ്ഥാനം ലഭിച്ചതുകൊണ്ടാണ് അതുപോലെ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കൂൾ കുട്ടികളൊക്കെ ഇപ്പോൾ അധികം സ്കൂളിലേക്കൊന്നും വരാറില്ല, അധ്യാപകരൊന്നും അധികം കാണുവാൻ വേണ്ടി വരാറില്ല. പക്ഷേ ഇവിടെ പഠിച്ച കുട്ടികൾ പുറത്തേക്ക് പോയതിന് ശേഷം ഒത്തിരി പേര് സ്കൂളിലേക്കും അധ്യാപകരും കാണുവാൻ വേണ്ടി വരിക എന്നുള്ളത് ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കാരണം ഇത് തന്നെയാണ്, ഇവിടെ കിട്ടിയ പരിശീലനം ഹൃദയത്തെ സ്വാധീനിച്ചു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. അത്രമാത്രം നിങ്ങളെ വിലമതിക്കുന്നു, അത്രമാത്രം സ്നേഹിക്കുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഒരു സ്റ്റേജ് കൂടി നിങ്ങൾ പൂർത്തിയാക്കിയാണ് പഠനത്തിൻ്റെ. SLC കഴിഞ്ഞു, +2 എന്ന കടക്കുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഒരു വിജയമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരീക്ഷകൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു.
സാധാരണ പറയാനുള്ളത് പോലെ എല്ലാവർക്കും A+ കിട്ടിയെന്നിരിക്കില്ല. പക്ഷെ ഓരോരുത്തരും സാധിക്കുന്ന രീതിയിൽ പഠിച്ച് നിങ്ങളുടേതായ രീതിയിൽ വിജയം നേടുവാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. നന്നായിട്ട് A+ നേടുവാൻ സാധിക്കുന്നത് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. ഓരോ ഗ്രേഡുകളും നിങ്ങൾ മാക്സിമം ഉയർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ കലാലയ ജീവിതം ഏറ്റവും വിജയമായിട്ട് മാറട്ടെ. അതുപോലെ മാതാപിതാക്കൾ, അധ്യാപകരുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾ മേടിച്ചെടുക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. പലപ്പോഴും നിങ്ങളുടെ കാലഘട്ടം ഒരു സുഹൃത്ത് ബന്ധങ്ങളുടെ കാലഘട്ടമാണ്. നിങ്ങളുടെ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾക്കാണ്. അവരുടെ മാതാപിതാക്കൾ, അധ്യാപകരൊക്കെ അടുത്ത ഗ്രേഡിലേക്കേ വരുന്നുള്ളൂ. പക്ഷേ ഈ കൂട്ടുകാരൊക്കെ എപ്പോഴും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിർണായക അവസരത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്, സഹോദരങ്ങളാണ്, അധ്യാപകരാണ്. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹം എപ്പോഴും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അപ്പം അതൊന്ന് മനസ്സിലാക്കി എപ്പോഴും പ്രവർത്തിക്കുവാനായിട്ടും ജീവിക്കുവാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ കിട്ടിയ ഈ നല്ല അനുഭവങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് കലയിൽ, സാഹിത്യത്തിൽ, പഠനത്തിൽ, സ്പോർട്സിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി വളരുവാനുള്ള അവസരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ഓരോ പരിപാടിയും ഒത്തിരി പാട്ടുപാടി ആനന്ദിക്കുവാൻ നിങ്ങൾക്കിവിടെ സാധിച്ചു. അത് ഒത്തിരി അഭിനയിക്കാൻ നിങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയും നിങ്ങൾ വളർത്തുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. അതുപോലെ ഓരോ സംഘടനയിൽ പ്രവർത്തിച്ചവർ ഒത്തിരി നല്ല ക്യാമ്പുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അനുഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വീണ്ടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട്, അതൊക്കെ അതിനുവേണ്ടി മാത്രമുള്ളൊരു അവസരമായിട്ട് മാറ്റാതെ എപ്പോഴും ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന ഒരു ശക്തി സ്രോതസ്സായിട്ട് മാറ്റുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അങ്ങനെ മുൻപോട്ട് ഒരിക്കലും പരാജയപ്പെടേണ്ട അവസരം വരികയില്ല. എപ്പോഴും വിജയിക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ലോകമെന്ന് പറയുന്നത് എപ്പോഴും വിജയികളെ തേടിപ്പോകുന്ന ലോകമാണ്. പരാജയപ്പെട്ടവരെ പലപ്പോഴും ലോകമാരും തേടിപ്പോകാറില്ല, അന്വേഷിക്കാറില്ല. പക്ഷെ നിങ്ങൾ പരാജയപ്പെട്ടാലും നിങ്ങൾ പിന്തിരിഞ്ഞ് നിരാശയിലേക്ക് പോകാതിരിക്കുക. നമുക്കറിയാം, ഒത്തിരി ആത്മഹത്യകളൊക്കെ കൂടി വരുന്ന കാലഘട്ടമാണിത്. പോരും നിരാശയിലേക്ക് പോകാതെ, അല്ലെങ്കിൽ മറ്റ് അസ്വസ്ഥതയിലേക്ക് പോകാതെ എപ്പോഴും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാനായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. എപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ആർക്കും സാധിക്കുകയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുവാനായിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവരും നന്മകളും വിജയാശംസകളും നേരുന്നു. നിങ്ങൾ +2 പഠനം ഏറ്റവും വിജയകരമായിട്ട് മാറട്ടെ. പരീക്ഷ നല്ല വിജയം നേടിക്കൊണ്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കും സാധിക്കാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി എല്ലാവർക്കും. I invite Elizabeth Rose of +2 Science to share the experience. പിന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, 2023 ജൂലൈ 5 നമ്മൾ നമ്മളുടെ +2 ജീവിതം ആരംഭിച്ചു. അത് ഈ മാർച്ചോടുകൂടെ അവസാനിക്കുകയാണല്ലോ. ശരിക്കും ഞാൻ ഈ സ്കൂളിൽ പഠിക്കണമെന്ന് വിചാരിച്ചതും കൂടി ഇല്ല. പിന്നെ ഏതോ ഒരു ഒഴുക്കിന് ഇവിടെ വന്നെത്തിപ്പെട്ടു. CBSE സ്കൂളിൽ പഠിച്ചതിൻ്റെ ആയിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയപ്പം എനിക്ക് കുറേ ഫ്രീഡം ലഭിച്ചതുപോലെ എനിക്ക് തോന്നി. നിങ്ങൾക്കങ്ങനെ തോന്നിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് കുറേ നല്ല ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ നല്ല ഓർമ്മകളും അനുഭവങ്ങളൊക്കെ തന്ന നിങ്ങളും ടീച്ചർമാർക്കും സിവിയച്ചനും വിനേഷിച്ചനും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. സ്പഷ്ടവും സ്ഫുടവുമായ നല്ല പാലക്കാടൻ മലയാളം ഞങ്ങളെ പഠിപ്പിച്ച അനശ്വര മിസ്സും, എനിക്ക് ഉപദേശിക്കാൻ തീരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അടുത്ത അരമണിക്കൂർ ഞങ്ങളെ ഉപദേശിച്ച് ഇല്ലാണ്ടാക്കുന്ന ഞങ്ങളുടെ ലിജോ സാറും, ഞങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ഞങ്ങളെക്കാൾ പേടിയുള്ള ഞങ്ങളുടെ ഡയാന മിസ്സും, +2 സയൻസിലെ എല്ലാവരുടെയും പേര് ആദ്യം പഠിച്ചതും ഞങ്ങളെ സഖാക്കളെ എന്ന് വിളിച്ച ഞങ്ങളുടെ പ്രീത മിസ്സും, ഞങ്ങളുടെ സ്കൂളിൻ്റെ കോളേജ് കുമാരനും എന്നാൽ NCCക്കാരുടെ പേടി സ്വപ്നവുമായ നമ്മുടെ അലക്സ് സാറും, ഇന്ന് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പുതിയ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങളുമായി ഒരു പുഞ്ചിരിയോടെ ഞങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന ജിഷ മിസ്സും, പിന്നെ ഞങ്ങളുടെ സ്വന്തമായി കുട്ടി കുട്ടി ടോപ്പിക്സുമായി ഞങ്ങളുടെ ക്ലാസ്സിൽ വരികയും ഞങ്ങൾ പോയി ചാടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഷിജിത മിസ്സും, ഞങ്ങളുടെ ലാബിലെ കയ്യിലെടുത്ത് നമ്മുടെ
മനീഷ് ചേട്ടനും സഞ്ജു ചേട്ടനും, വിശക്കുന്നവർക്കായി നമ്മുടെ ടേസ്റ്റ് പാർക്കിൻ്റെ വാതിലുകൾ തുറന്നിരുന്ന പ്രസ്റ്റീജ് ചേട്ടനും, പിന്നെ നമ്മുടെ സ്നേഹം നിറഞ്ഞ ശാസനയോടെ നമ്മളെ പിന്തുടരുകയും നമ്മുടെ ഈ സ്കൂളിൻ്റെ തന്നെ അടിത്തറയുമായ നമ്മുടെ സിബേച്ചനും കുറേ നല്ല ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഒരു നല്ല പുഞ്ചിരിയോടെ നമ്മളെല്ലാവരെയും സ്വീകരിച്ച എന്നെ പഠിപ്പിക്കാത്ത അധ്യാപകരെയും ഞാനിവിടെ ഓർക്കുന്നു. ഒരു 2 വർഷം മുമ്പ് വരെ എന്നോട് ഇവിടെ നിന്ന് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും തല ഇറങ്ങി വീണേനെ. പിന്നെ എനിക്ക് ഇവിടെ കയ്യും കാലും വിറയ്ക്കുന്നുണ്ടെങ്കിലും എനിക്കിങ്ങനെ പറയാനുള്ള ധൈര്യം തന്നത് ഞാൻ ഈ സ്കൂളിൽ വന്നേ പിന്നെയാണ്. അത് ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുന്നു. പിന്നെ ഇത്രയും എന്ത് പറഞ്ഞാലും ഉളുപ്പില്ലാത്ത ഞങ്ങളെ ഇത്രയും ഈ 2 വർഷക്കാലം സ്നേഹിച്ചതിനും സഹിച്ചതിനും ഞാൻ ഇവിടെയുള്ള ടീച്ചർമാർക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം ഈ സ്കൂളിലേക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഒരു 7 വർഷം മുന്നേ തുടങ്ങണം. കാരണം ഞാൻ 5ാം ക്ലാസ് തൊട്ട് പഠിച്ചത് താഴെ ഇവിടെ തന്നെയാണ്. ഇപ്പം എലിസബത്ത് പറഞ്ഞതിന് നേരെ തിരിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സ്റ്റേറ്റിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം എനിക്കിവിടെ ലേശം ഫ്രീഡം കുറവായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇവിടേക്ക് ഒരിക്കലും വരില്ല എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷേ കൊമേഴ്സ് എന്നൊരു സ്ട്രീം തിരഞ്ഞെടുത്തതുകൊണ്ട് എനിക്കറിയാമായിരുന്നു അങ്ങനെ ഏതെങ്കിലും സ്കൂളിൽ പോയാൽ എവിടെ എത്തൂല എന്ന്. പക്ഷേ ഈ ഫ്രീഡം കുറവൊക്കെ എനിക്ക് ആകെ 1 മാസം എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ വി നീഡ് സം ഡിസിപ്ലിൻ. ഓക്കെ, അപ്പം അതിനെല്ലാവർക്കും അതിൻ്റെ മെയിൻ ആളാണ് നമ്മളെ സി ബി എച്ച് എന്നെ നമ്മൾ താഴെ എപ്പോഴും കാണാറുള്ള വ്യക്തിയാണ്. ഇത് വേറൊരു സ്കൂൾ തന്നെയായിട്ടാണ് താഴെയുള്ള ഞങ്ങൾക്ക് അറിയുന്നത്. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് ഇവിടുത്തെ രീതികൾ കുറച്ചുകൂടി അധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. കാരണം എന്താണെന്നറിയില്ല, നമ്മൾ ചെറിയ ഒരു ഫാമിലി പോലെയാണ്. അതായത് അധികം ആൾക്കാരൊന്നുമില്ല, ടീച്ചേഴ്സിനെല്ലാവരും നമ്മളെ അറിയാം. അങ്ങനെ എന്താ പറയുക, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ പറയുകയാണെങ്കിൽ കൊമേഴ്സ് എടുത്തുകൊണ്ട് എൻ്റെ കസിൻസൊക്കെ എന്നോട് പറഞ്ഞത് ഈ അക്കൗണ്ടൻസിൻ്റെ സാറ് ഭയങ്കര ടെററായിരിക്കുന്നായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ജേസൺ സാറെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ തുടങ്ങി. അപ്പോൾ അത് മാറിക്കിട്ടി. പിന്നെ ഷാനി ക്ലാസ് ടീച്ചർ ഉറപ്പായിട്ടും എന്താ പറയുക, ഇത്രയും നല്ല ക്ലാസ് ടീച്ചറെ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇനി കിട്ടൂല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കിയുള്ളവർക്കും അവരുടെ നല്ല ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം എന്നെ കുറച്ചുകൂടി നല്ല വ്യക്തിയാക്കി തീർത്ത സ്കൂളിന് നന്ദി പറയുന്നു. ഒരിക്കലും മറക്കാനാവാത്ത കുറേ നല്ല ഓർമ്മകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും, അതൊക്കെ നടത്താൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിനായിട്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. I invite Sona VP of Plus 2 Humanities to share the experience. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ സെൻറ്റ് മേരീസിൽ എത്തിപ്പെടുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 10th പഠിക്കുമ്പോൾ ഞങ്ങൾ എത്രയൊക്കെ മാർക്ക് കിട്ടിയാലും ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് എടുക്കുമെന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ച കുറച്ച് ഗ്യാങ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ. ഞാൻ പഠിച്ചതൊക്കെ GHSS പൂനൂരാണ്. ഞാൻ ഇവിടെ നിന്നൊന്നല്ല വരുന്നത്. അപ്പം എനിക്ക് ഇതുപോലൊരു സ്കൂളുണ്ടോയെന്നൊന്നും വലിയൊരു പരിചയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആദ്യം പറഞ്ഞു വെച്ചു, ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് റെയർ സബ്ജക്റ്റേ എടുക്കൂ, നോർമൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നില്ല എന്ന്. അപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ നോർമൽ ഹ്യൂമാനിറ്റീസാണ്. അപ്പം ഞങ്ങൾ 10th പകുതി ആയപ്പം തന്നെ ഏത് സ്കൂളിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് തുടങ്ങി. അങ്ങനെ ഈ ഒരു കോഴ്സ് ഉണ്ടെന്നും ആ കോഴ്സ് സെൻറ്റ് മേരീസിലുണ്ടെന്നും അറിഞ്ഞു. അങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ റിവ്യൂസൊക്കെ കേട്ടപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം സെൻറ്റ് മേരീസിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ കേട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പം ആദ്യം കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഫുൾ ഫ്രീഡത്തിൽ നിന്ന് വന്നിട്ട് പെട്ടെന്നൊരു പിന്നെ പിടിച്ചു വെക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. പിന്നീട് അത് മെല്ലെ മെല്ലെ അങ്ങ് മാറി തുടങ്ങി. ഇപ്പം എല്ലാം ഓക്കെ ആണ്. പിന്നെ നമ്മൾ കിട്ടിയത് വെച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള സ്കൂളിലൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിപാടികൾ നമുക്ക് വെറൈറ്റി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫ്രഷേഴ്സ് ഡേയും ഫെയർവെൽ ഡേയും ഒക്കെ ഇത്രയും ഗംഭീരമായിട്ട് നടത്തുന്ന വേറെ സ്കൂളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ വേറെ പരിപാടിക്കൊക്കെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ട് നമ്മൾ അത്രയും ഗ്രാൻഡായിട്ടാണ് ഓരോ പരിപാടിയും നടത്തുന്നത്.
പിന്നെ മെയിൻ ഹൈലൈറ്റ് വെച്ചാൽ നമ്മുടെ സ്കൂൾ ഇന്നും ഇതുപോലെ നിലനിർത്തി പോകുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛനായിട്ടുള്ള സിബി അച്ഛൻ തന്നെയാണ്. സിബി അച്ഛൻ ഇല്ലെങ്കിൽ ഈ സ്കൂൾ ചിലപ്പോൾ ഇതുപോലെ നടന്നു പോകണമെന്നില്ല. അതുപോലെ അതിന് സപ്പോർട്ടീവായിട്ടുള്ള ബാക്കി എല്ലാ ടീച്ചേഴ്സും. പിന്നെ എനിക്ക് കിട്ടിയ ക്ലാസ് ടീച്ചർ, ഞങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്തപ്പം ഞങ്ങൾക്ക് വൈസ് പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഞങ്ങൾ ബിനേഷ് അച്ഛനെ തന്നെയാണ് ഞങ്ങൾക്ക് ക്ലാസ് ടീച്ചറായിട്ട് കിട്ടിയത്. അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെറിയ പ്രശ്നമോ അല്ലെങ്കിൽ വലിയ പ്രശ്നം വന്നാൽ പോലും ഞങ്ങൾക്ക് എപ്പോഴും കൂട്ടിനായിട്ട് ബിനേഷ് അച്ഛൻ ഉണ്ടാവാറുണ്ട്. ഞങ്ങളെ ക്ലാസ് വെച്ചാൽ കുറച്ച് വെറൈറ്റിയാണ്, എല്ലാ തരത്തിലുള്ള സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് നല്ല പണിയാണ്. അതുകൊണ്ട് തന്നെ ബിനേഷ് അച്ഛൻ അതിനനുസരിച്ച് എല്ലാവരെയും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഓരോ കെയറും ഓരോ കുട്ടികൾക്കും കൊടുത്തിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ ആദ്യം തന്നെ ബിനേഷ് അച്ഛന് ഒരുപാട് നന്ദിയുണ്ട്, ഞങ്ങൾ ഇത്രയും കാലം സഹിച്ചതിനും ഞങ്ങളെ എല്ലാ കൂടെ നിന്നതിനും. പിന്നെ പറയുകയാണെങ്കിൽ ഓരോ ടീച്ചേഴ്സും ആദ്യം ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സിനും ഓരോ പ്രത്യേകതകളുണ്ട്, അതാണ് മെയിൻ ഹൈലൈറ്റ്. ആദ്യം പറയുകയാണെങ്കിൽ ഐഡ മിസ്സിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഐഡ മിസ് ആദ്യം ക്ലാസ്സിൽ വരുമ്പം ഞങ്ങൾ അധികം സംസാരിച്ചിരിക്കുകയാണ്. ഐഡ മിസ് ആദ്യം പറയുന്നത് തോറ്റു പോകും മക്കളെ എന്ന് പറഞ്ഞിട്ട് ഡയലോഗിലാണ് തുടങ്ങുന്നത്. അതുതന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഊർജ്ജമാവും, മിസ് ഇങ്ങനെ തോറ്റു പോകുന്നത്. അത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് മിസ്സിൻ്റെ ഒരു ശൈലി കാരണം. അപ്പം ഐഡ മിസ്സിനെ പറ്റി പറയുകയാണ് അങ്ങനെയാണ്. പിന്നെ മിസ്സ് ഭയങ്കര ജില്ലായിട്ടാണ് ക്ലാസ് വന്ന് എടുക്കുന്നത്. പിന്നെ ബിന്ദു മിസ് പറയുകയാണെങ്കിൽ ആദ്യം ഓർമ്മ ഒരു എക്സാമിനെ പറ്റിയാണ്. മിസ്സ് എപ്പോഴും ഇങ്ങനെ ഒരു യൂണിറ്റ് കഴിയുമ്പം എക്സാം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും ഫുൾ ടൈം. അങ്ങനെ ബിന്ദു മിസ്സ് ഭയങ്കര അടിപൊളിയായിട്ട് സോഷ്യോളജി വലിയ മടുപ്പൊന്നും ഇല്ലാതെ നല്ലോണം ക്ലാസ് എടുത്തു തരും. പിന്നെ പറയുകയാണെങ്കിൽ ദീപാ മിസ്സും ക്ലാസ്സിലേക്ക് വരുമ്പോൾ മിസ്സ് ആദ്യം ശ്രദ്ധിക്കുന്നത് ക്ലാസ്സിൽ ലൈറ്റ് ഉണ്ടോയെന്നാണ്. അതില്ലെങ്കിൽ മിസ്സ് ആദ്യം സ്വിച്ച് ഇടും ലൈറ്റിൻ്റെ. അങ്ങനെ മിസ്സ് ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ആദ്യം കുറച്ച് ഉപദേശമായിരിക്കും. നമ്മളെ ലൈഫിനെ പറ്റിയൊക്കെ മിസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മിസ്സ് ഒരുപാട് പറഞ്ഞു തരും. നമുക്ക് ലൈഫിന് അന്നപ്പം നമുക്ക് ചിലപ്പോൾ കേട്ടിരിക്കാൻ കുറച്ച് മടിയായിരിക്കെങ്കിലും അത് ലൈഫിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം മിസ്സ് അങ്ങനെ കുറേ മോട്ടിവേഷൻ ഞങ്ങൾ തന്നിട്ടാണ് ഞങ്ങളെ പഠനത്തിലേക്ക് പിന്നെ കൊണ്ടുവന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ബിനേഷ് അച്ഛൻ്റെ ക്ലാസ്സിൽ ബിനേഷ് അച്ഛൻ ലാപ്ടോപ്പുമായിട്ട് വരും. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് എല്ലാ ടോപ്പിക്കും പറഞ്ഞു തരും. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഞങ്ങളെ ക്ലാസ്സിലാകുമ്പോൾ എന്തെങ്കിലും തമാശകളുണ്ടാവും, ഫുൾ ടൈം എന്തെങ്കിലും കമൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ബിനേഷ് അച്ഛന് ചിരി വരും മെയിനായിട്ട്. എന്നിട്ട് ചിരിക്കാതെ ഉള്ളിൽ അടക്കി പിടിച്ചിട്ടൊരു നിപ്പുണ്ട്. അത് കാണുമ്പോൾ ഞങ്ങളെ കൺട്രോൾ പോയി ഞങ്ങൾ ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ ബിനേഷ് അച്ഛനും അതിൻ്റെ കൂടെ അങ്ങ് ചിരിക്കും. അതാണ് ബിനേഷ് അച്ഛനെ പറ്റി പറയുമ്പോൾ ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഓരോ ടീച്ചേഴ്സും ലാംഗ്വേജസിൻ്റെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ അലക്സാർ ആണെങ്കിൽ ക്ലാസ്സിൽ വരുമ്പം ആദ്യം ഇമ്പോസ്റ്റനാണ്, അതാണ് ഓർമ്മ വരിക. കാരണം ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ വിഷ് ചെയ്തില്ലെങ്കിൽ സാറ് അപ്പം ഇമ്പോസ്റ്റൻ തരും. അതൊക്കെ പക്ഷേ ഞങ്ങൾ എന്നും നല്ലൊരു ഓർമ്മയായിട്ട് മാത്രമേ ഞങ്ങൾ സൂക്ഷിക്കുന്നുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ അലക്സാറ് അങ്ങനെ ഒരു രീതിയാണ്. പിന്നെ സാർക്ക് സാറിന് പറയും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോവാമെന്ന്. പക്ഷെ അതൊക്കെ സാറ് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് ഞങ്ങൾ അങ്ങനെ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ളൂ. പിന്നെ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ഞാൻ ഹിന്ദി എടുത്തുകൊണ്ട് തന്നെ സ്മിത മിസ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ സ്മിത മിസ്സിൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ് സ്മിത മിസ്സിൻ്റെ. കാരണം ബാക്കി എല്ലാത്തിലും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളെ ഹിന്ദിയിൽ അല്ലെങ്കിൽ ലാംഗ്വേജസിൻ്റെ ക്ലാസ്സിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കുന്നതൊക്കെ ആ ക്ലാസ്സിലാണ്. അങ്ങനെ മോശമായിട്ട് പറയുകയല്ല, പക്ഷേ ഞങ്ങൾക്ക് കൂടുതൽ എൻജോയ് ചെയ്ത് ഞങ്ങൾ കുറേ നേരം ഇരിക്കുന്നതും ഞങ്ങളെ സ്മിത മിസ്സിൻ്റെ ക്ലാസ്സിൽ. അതുപോലെ ഞങ്ങൾക്ക് സബ്ജക്ട്സ് ഒന്നും എടുക്കാത്ത ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ ക്ലാസ് നമുക്ക് അവരെ പേഴ്സണലായിട്ട് അല്ലാണ്ട് അറിയില്ലെങ്കിലും നമ്മളെപ്പോൾ വരാന്തയിൽ കൂടെ പോയാലും എന്താവശ്യത്തിന് സ്റ്റാഫ് റൂമിൽ പോയാലും അവരെല്ലാവരും ഞങ്ങളോട് ചിരിച്ചിട്ടേ ഉള്ളൂ, വേറെ ഒരു മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കൂടെ എന്തിനും എപ്പോഴും എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സിനും, അതുപോലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാത്തിനും സഹകരിക്കുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫിനും എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്റ്റാഫ് സെക്രട്ടറി ലിജോർ സാറിനെ ക്ഷണിക്കുന്നു. ഇതിലിരിക്കുന്ന പ്രിയ വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു വേദി നിൽക്കുമ്പോൾ എന്താ പറയുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നവും. കാരണം ആ മലയാളമാണ്, ഓക്കെ മലയാളം തന്നെ പറയാം. അപ്പോൾ പറഞ്ഞ ആളെ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്നുള്ളത്, സെൻറ്റ് മേരീസിനെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകാം, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകാം. പക്ഷേ
നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത്. ഇനി നിങ്ങൾക്ക് ഈ സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത് ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അത് നേടാൻ സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുകയുള്ളൂ. ഇവിടെയുള്ള എല്ലാ ആളുകളെയും ഞാൻ സ്നേഹപൂർവ്വം വിളിക്കുന്നത്, വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സ്കൂളിലേക്ക് വരിക. നിങ്ങളെ കാത്ത് നിങ്ങളുടെ ഓർമ്മകളുണ്ടാവും. പ്രിയപ്പെട്ടവരുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. എങ്കിലും നിങ്ങളെ കാത്തുകൊണ്ട് ഏത് അവധി ദിവസവും ഉണ്ടാകുന്ന ഒരാൾ എന്നുള്ളത് ഞാൻ കണ്ടിരിക്കുന്നത് CBHനെ തന്നെയാണ്. അതുതന്നെയാണ് സ്കൂളിൻ്റെ ഹൈലൈറ്റും. ഞാൻ ഒരുപാട് പോസിറ്റീവായിട്ട് കാണുന്നതും അതുതന്നെയാണ്. എനിക്കുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരുപാട് വിദ്യാർത്ഥികളോട് വളരെ ആത്മബന്ധമുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ. അതുതന്നെയാണ് എന്നെപ്പോലെയുള്ള പ്രിയ അധ്യാപകർക്കും ഈ സ്കൂളിൽ വീണ്ടും പ്രവർത്തിക്കാനും കർമ്മനിരതരാകാനുമുള്ള ഊർജ്ജം തരുന്നതും പ്രിയ CBHN തന്നെയാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങളോ നിങ്ങളുടെ പ്രതീക്ഷകളോ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭാവി വർഷങ്ങളിൽ സാധിക്കട്ടെ എന്നും, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച 2 വർഷങ്ങൾ കടന്നുപോയെങ്കിലും നിങ്ങളെല്ലാവരും ഉന്നതങ്ങളിലും ഉയർച്ചകളിലും വളരെ സന്തോഷവാന്മാരായും ആയിരിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. നന്ദി. I invite the class teacher of +2 Humanities, Reverend Father Binesh James, to address the gathering. സ്നേഹമുള്ളവരെ, വളരെ ഇൻഫോർമലായിട്ടൊക്കെ സംസാരിക്കാനാണ്. ഇതൊരു ഫെയർവെൽ പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് 2023-25 കാലഘട്ടങ്ങളിൽ ഈ സെൻറ്റ് മേരീസ് കലാലയത്തിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നിങ്ങളിനിയും ഈ കലാലയത്തിൽ ഇതുപോലെ ഒരു വിദ്യാർത്ഥി സമൂഹമായിട്ട് ഇവിടെ ഇരിക്കാനായിട്ടുള്ള സാധ്യതയില്ല. ഏറ്റവും അവസാനത്തെ ഒരു പ്രോഗ്രാമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൂടി സംസാരിക്കാനോ സംവദിക്കാനോ കിട്ടുന്ന അവസാനത്തെ ഒരു അവസരമായിട്ടാണ്. ഇനി നിങ്ങൾ പരീക്ഷകൾക്കൊക്കെയാണ് വരിക. അത് തീർച്ചയായിട്ടും ഇതുപോലൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ 2023-25 നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഈ ഇരിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ചിലർക്കൊക്കെ അറിയാം, ഞങ്ങൾ മുൻകൂട്ടി ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും, എന്തായാലും ഇങ്ങനെയൊക്കെ ആകാനേ സാധ്യതയുള്ളൂ എന്നുള്ള ചില പ്രതീക്ഷകളൊക്കെ ആയിരിക്കാം. പക്ഷേ ഏതായാലും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികൾ ഇങ്ങനെ അധ്യാപകരെയൊക്കെ ഞെട്ടിക്കാറുണ്ട്, പല രീതിയിൽ ഞെട്ടിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴിവിടെ നിൽക്കുമ്പോഴും നിങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങളെ അതിശയിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്ന് ഈ ഫെയർവെൽ പ്രോഗ്രാമിന് ഞാൻ ഈ പ്രോഗ്രാം ഞങ്ങൾ 3 പേരും ക്ലാസ് ടീച്ചേഴ്സാണ് ഇതിൻ്റെ ചുമതലയുള്ളവർ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുളമാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ എന്നുള്ള ചെറിയ ആശങ്കകളോടൊക്കെയാണ് ഇവിടെ വന്നത്. കാരണം അറിയാം, എല്ലാ വർഷങ്ങളിലും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ, സെൻഡ് ഓഫ് പ്രോഗ്രാമുകൾ ഉണ്ടാകാറുണ്ട്. അത് കുട്ടികളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ അവർ ഒപ്പിക്കാറുണ്ട്. ചിലപ്പോൾ സെൻഡ് ഓഫ് കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ സെൻഡ് ഓഫിന് മുൻപേ ആയിരിക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുവാനും അധികം നിർബന്ധമൊന്നും കൂടാതെ തന്നെ വളരെ അച്ചടക്കത്തോടെ ഇവിടെ കയറി ഇരിക്കാൻ അത് ഞങ്ങളെ ഞെട്ടിക്കുന്ന ഒരു അനുഭവമാണ് എന്നുള്ളതാണ് ആരംഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ 2 വർഷക്കാലം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഞാനും ഇങ്ങനെ ഈ 2023-25 ബാച്ചിനെ പഠിപ്പിക്കാൻ ആരംഭിച്ചത്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഇവിടെ സഹവസിക്കാൻ ആരംഭിച്ചത്. എന്തെങ്കിലുമൊക്കെ നന്മകൾ നിങ്ങളിൽ ഉണ്ടാകണം, നിങ്ങൾ വളർത്തിയെടുക്കണം, നിങ്ങൾക്ക് നല്ല ഒരു സ്വഭാവ ഗുണമുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും മാറ്റണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെയൊക്കെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഈ കലാലയ ജീവിതമൊക്കെ ആരംഭിക്കുക, ഓരോ അക്കാഡമിക് ഇയറും ആരംഭിക്കുക. പക്ഷേ അത് 100% ഒരിക്കലും പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വാസ്തവമാണ്. നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ സ്വപ്നങ്ങളൊന്നും, അല്ലെങ്കിൽ ഇന്നലെ ജസ്റ്റ് ക്ലാസ്സിൽ വെച്ച് ഒരു കുട്ടിയോടൊക്കെ ചോദിച്ചപ്പോൾ കുട്ടികളിങ്ങനെ അവരുടെ അനുഭവം കൂട്ടത്തിൽ പറഞ്ഞു, ഒരുപാട് പ്രതീക്ഷകൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഒന്നും അങ്ങോട്ട് സഫലീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ പോയ, അല്ലെങ്കിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ സ്വപ്നങ്ങൾ അത് പിന്നീട് സാക്ഷാത്കരിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം നമ്മുടെ ചില സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ ഒന്നും പൂവണിയാതെ പോവുക. അപ്പോൾ അതാണ് എനിക്കിപ്പോൾ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും ഇനി ഈ 2 വർഷക്കാലത്തെ എൻ്റെ അനുഭവം, ഈ കുട്ടികളെ സംബന്ധിച്ചുള്ള, ഈ കുട്ടികളോടൊത്തുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരുപാട് സന്തോഷത്തിൻ്റെ അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. വേദനയുടെയും സങ്കടത്തിൻ്റെയും നിരാശയുടെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംതൃപ്തി നൽകുന്ന അനേകം അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കും. നിങ്ങൾക്കും ഇഷ്ടംപോലെ പ്രതീക്ഷ ഞങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവും. സത്യത്തിൽ ഒരു വിദ്യാലയം എന്നൊക്കെ പറയുക, ആ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളെയും അച്ചടക്കമുള്ള നല്ല പൗരന്മാരാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു രാജ്യം ഉദ്ദേശിക്കുക. അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അധ്യാപകർ എപ്പോഴും ആഗ്രഹിക്കുക, അല്ല ഞങ്ങളുടെ പ്രതീക്ഷ അതായിരിക്കും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ആയിരിക്കണമെന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടീനേജേഴ്സൊക്കെ സ്വന്തമായിട്ട് ഒരു ക്ലാസ്സിലൊക്കെ വരുമ്പോൾ അവരുടേതായിട്ട് ഇഷ്ടംപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും ഈ
ആഗ്രഹങ്ങൾ തമ്മിൽ സിങ്കാകാതെയൊക്കെ പോകുമ്പോൾ, നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രതീക്ഷകളും ഒക്കെ അങ്ങോട്ട് സിങ്കാകാതെ പോകുമ്പോഴൊക്കെയാണ് ചെറിയ ചെറിയ ക്ലാഷസൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള അനേകം ക്ലാഷസിൻ്റെ അവസരങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും ആരെയും വേദനിപ്പിച്ച് ഒരു സ്ഥലത്തുനിന്ന് പറഞ്ഞു വിടരുതെന്നാണ്. സന്തോഷത്തോടെ നിങ്ങളെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ ഈ അവസരത്തിലും ഒത്തിരി സന്തോഷം. നിങ്ങളെല്ലാവരും ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. ചെറിയ തോതിൽ ഞങ്ങളോടൊക്കെ ചിലപ്പോഴൊക്കെ നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ അതൊക്കെ എന്താണ്, ആത്യന്തികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ പലപ്പോഴൊക്കെ CBSN അല്ലെങ്കിൽ ഞങ്ങൾ അധ്യാപകരൊക്കെ ചിലപ്പോഴെങ്കിലും വേദനിപ്പിക്കാറുള്ളത്, ശിക്ഷിക്കാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ അതിനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ നന്മയുണ്ടാകും. അപ്പോൾ എല്ലാവരും വിജയിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പരീക്ഷയിൽ ആരും തോക്കണം എന്നൊന്നും ആരും ആഗ്രഹിക്കാറില്ല. പക്ഷേ ചിലപ്പോൾ ചിലരൊക്കെ തോറ്റുപോകാറുണ്ട്. അപ്പോൾ അത് പരിശ്രമിക്കാതെ തോറ്റുപോവുകയാണെങ്കിൽ അതിന് കാരണക്കാർ നമ്മളൊക്കെ തന്നെയാണ്. അതേസമയം പരിശ്രമിച്ചിട്ടും തോറ്റുപോവുകയാണെങ്കിൽ അത് സാരമില്ല എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് നൽകേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്, ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആറ്റോമിക് ഹാബിറ്റ്സ്. ഏകദേശം 3 മില്യൺ പുസ്തകങ്ങൾ ആദ്യത്തെ എഡിഷനിൽ തന്നെ ആൾക്കാർ വാങ്ങിയിട്ടുള്ള വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: ടൈനി ചേഞ്ചസ് റിമാർക്കബിൾ റിസൾട്ട്സ്. ടൈനി ചേഞ്ചസ് റിമാർക്കബിൾ റിസൾട്ട്സ്. വളരെ ചെറിയ ചെറിയ ചേഞ്ചസ്, മാറ്റങ്ങൾ നമ്മളിൽ കൊണ്ടുവരിക, വലിയ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അതിൽ 2 പോയിന്റുകളാണ് ഈ ജെയിംസ് ക്ലിയർ എന്ന വ്യക്തി പറയുക. ഒന്ന്, ഡിസൈഡ് ദ ടൈപ്പ് ഓഫ് പേഴ്സൺ യു വിഷ് ടു ബി. ആദ്യം ചെയ്യേണ്ടത് ഡിസൈഡ് ദ പേഴ്സൺ യു വിഷ് ടു ബി. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്താണോ അതായിത്തീരാനായിട്ട് ആരംഭത്തിൽ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഞാൻ ആരായിത്തീരണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഞാനൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഞാൻ ആരെപ്പോലെ ആയിരിക്കണം? ഞാനൊരു നല്ല ഫുട്ബോൾ കളിക്കാരനാകണമോ? ഞാൻ നല്ലൊരു എഴുത്തുകാരനായി മാറണമോ? നല്ലൊരു ഡാൻസർ ആകണമോ? നല്ലൊരു സിംഗർ ആകണമോ? അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തുമാകട്ടെ, നല്ലൊരു കൃഷിക്കാരനാകണമോ? അത് ആദ്യമേ തീരുമാനിക്കുക എന്നുള്ളതാണ്. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൂവ് ഇറ്റ് ടു യുവർ സെൽഫ് വിത്ത് സ്മോൾ വിൻസ്. പ്രൂവ് ഇറ്റ് ടു യുവർ സെൽഫ് വിത്ത് സ്മോൾ വിൻസ്. ഈ ഒരു വ്യക്തിയായി തീരാനുള്ള കൊച്ചു കൊച്ചു വിജയങ്ങൾ അങ്ങനെ നേടിയെടുത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളതിൽ തെളിയിക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പരിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നതും അതൊക്കെ തന്നെയാണ്. കുട്ടികളിൽ ചെറിയ ചെറിയ ചേഞ്ചസിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. അത് ഒരു പക്ഷേ അവരെ വലിയ വിജയത്തിന് പ്രാപ്തരാക്കിയേക്കാം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലുമൊക്കെ പരാജയപ്പെട്ടാൽ മനസ്സിലാക്കുക, വീണ്ടും വിജയിക്കാനുള്ള അവസരങ്ങൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ സ്റ്റെപ്പുകളിലൂടെ ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ ഈ ഒരു സ്കൂളിനോട്, ഈ സ്ഥാപനത്തോട് ഞങ്ങൾ ഓരോരുത്തരോടും കാണിച്ച വലിയ സ്നേഹത്തിനും സഹകരണത്തിനും ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും പ്രത്യേകം ഓരോരുത്തരോടും, ഓരോ വ്യക്തികളോടും, ഓരോ വിദ്യാർത്ഥികളോടും സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട്, ഹ്യൂമാനിറ്റീസ് ബാച്ചിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അടിപൊളി ബാച്ചാണ്, നന്നായിട്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. പഠന മികവിലും മറ്റ് പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെ ക്ലാസ് ടീച്ചറാകാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം. 2 വർഷം പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ തോന്നുന്നു. സെന്റ് മേരീസിന്റെ പടിയിറങ്ങുന്ന നിങ്ങളോട് ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രം: വിജയത്തിലേക്ക് സൂത്രവഴികളില്ല, കഠിനാധ്വാനം ചെയ്യുക, വിജയത്തിലേക്ക് എത്തുക. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ CBHN, മാനേജർ ബിബിൻ ഫാദർ, ദിനേശച്ച, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഏറെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷമാണ് എനിക്കിത്. ഈ സ്കൂളിൻ്റെ അധ്യയന കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും മിടുക്കരായ ഒരു വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്ന ഒരു ബാച്ചാണ് ഇതെന്ന് നമുക്ക് പറയാം. സയൻസിലും കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലുമൊക്കെ നിരവധി മിടുക്കരായ വിദ്യാർത്ഥികൾ ഈ ഒരു ബാച്ചിലുണ്ടായിരുന്നു. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസത്തിനായി അയക്കുന്ന ഈ ഒരു വേളയിൽ ഏതൊരു അധ്യാപകനും അഭിമാനമാണ്. ആ അഭിമാനം എനിക്കും
ഇപ്പോൾ തോന്നുകയാണ്. എൻ്റെ ഒരു ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ +2 കൊമേഴ്സ് ബാച്ചിൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ. ഏറെ മിടുക്കരായ വിദ്യാർത്ഥികളും എന്നാൽ അതുപോലെ തന്നെ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളും കുസൃതികളും ഒക്കെ ഉള്ള വിദ്യാർത്ഥികളും നിറഞ്ഞ ഒരു ബാച്ചായിരുന്നു. ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് പലപ്പോഴും എനിക്കൊരു ചലഞ്ചായി മാറിയ നിമിഷങ്ങൾ പോലും ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ അധ്യാപന ജീവിതത്തിൽ ഇത്തരം വിദ്യാർത്ഥികളും സാഹചര്യങ്ങളും എല്ലാം തന്നെ ഓരോ വർഷവും കടന്നു വരുന്നതാണ്. ഈ നിമിഷങ്ങളെല്ലാം ഞങ്ങൾ വളരെ സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടും കൂടി ജോലി ചെയ്യുകയും വിദ്യാർത്ഥികളെ നല്ല വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഈ ബാച്ചിലെ കുട്ടികളെയും ഞങ്ങൾ വളരെ നല്ല രീതിയിൽ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അവരെ എത്തിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ഒരു അവസരത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും, നമ്മുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ഭാവി ജീവിതത്തിൽ എല്ലാ നന്മകളും നേരുന്നു. അതോടൊപ്പം അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. I invite CBHN to do the blessing. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മാനേജർ ബിബിനച്ച, പ്രിയപ്പെട്ട ബിനേഷച്ച, ലിജോട്ട് സാർ, ഷാനി മിസ്, ഷിജിത മിസ്, അനയ സണ്ണി, പ്രിയപ്പെട്ട ലിസി ടീച്ചറുടെ പുറകെ ഇരിക്കാൻ തോന്നുന്നു, മറ്റ് ടീച്ചേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ അക്ഷികയെ ആദ്യം പേര് പറയാതിരുന്നത് ഞാൻ പറഞ്ഞു, ഇന്നൊരു ഇൻഫോർമൽ ഒരു ഫ്രണ്ട്ലി വിസിറ്റാണ്. അക്ഷിക നമ്മുടെ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ പേര് വാനോളം ഉയർത്തിയ കുട്ടിയാണ്. ഇനിയും കൈയടിച്ച് കുഴപ്പമൊന്നുമില്ല, എന്താ കൈയടിക്കുന്നു. ഇനിയും നിരവധി വേദികളിൽ ഉയരേണ്ട ആളാണ്. നമ്മുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും വ്യക്തിപരമായിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ എപ്പോഴും ഉണ്ട്. പിന്നെ ആ കുട്ടിയുടെ അമ്മ ശ്രീഷ ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ട്. ടീച്ചർ കലാകാരിയാണ്. വിനോദ് ചേട്ടൻ ഇവിടെ ഉണ്ടോ? അച്ഛനന്തി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി തൻ്റെ കുടുംബമാണ്. അങ്ങനെ ടീച്ചേഴ്സ്, പ്രിയ കുട്ടികളെ, ഞാൻ പ്രിൻസിപ്പൽ അല്പം സെൻറ്റിമെൻ്റ് ആയാൽ നിങ്ങൾ ഒന്ന് വിചാരിക്കരുത്. കരയുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. എന്നെ ഒരു സങ്കടപ്പെടുത്തിയ ഒരു കാര്യം നിങ്ങൾ പറയാം. ഞാൻ ഈ കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ നമ്മുടെ ചില പൂർവ്വ വിദ്യാർത്ഥികളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ ഞാൻ പോയി. ഈ ക്രിസ്ത്യൻ പള്ളികളിൽ നടക്കുന്ന കല്യാണങ്ങളിൽ ഈ കെട്ട് കഴിയുമ്പോൾ അവിടെ അച്ഛൻ മാത്രം കാണുന്ന ഒരു ദൃശ്യവും അത് ഞങ്ങൾ പറയാം. ആ വധുവരന്മാരുടെ അച്ഛൻ കണ്ണ് തുടയ്ക്കുന്നത് കാണാം. അച്ഛൻ, നിങ്ങളുടെ ആരെങ്കിലും അച്ഛൻ കരയുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിന് എന്താ കാരണം എന്നറിയാമോ? അത് ഈ സങ്കടമാണോ സന്തോഷമാണോ ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ കാണുന്ന കാര്യം അത് അങ്ങനെ ഒരു അനുഭവത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ, തുടക്കത്തിൽ എന്തോ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ പേര് പറഞ്ഞപ്പോഴും കൈയടിച്ചത് ഈ മുൻവശത്തിരിക്കുന്ന കുറച്ച് പേരാണ്. ആദ്യം നിങ്ങൾ ഓർപ്പിച്ചുകൊള്ളുക, നമ്മൾ തമ്മിൽ കലഹിച്ചിട്ടുണ്ട്, നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ നമ്മളായിരിക്കും നല്ല ഫ്രണ്ട്സ് ആകാൻ പോകുന്നത്. നമ്മൾ ഈ അതിന് കാരണം എന്നറിയോ? ബിനേഷൻ പറഞ്ഞതുപോലെ ഇത്രയും സമാധാനപൂർവ്വം ഒരു ഫെയർവെൽ മീറ്റിങ്ങിൽ ഞാൻ ആദ്യം പങ്കെടുക്കുക, ഇത്രയും കൊല്ലങ്ങൾക്കിടയിൽ. അതിന് കാരണം എന്താ? ഞാൻ ആദ്യം നിങ്ങൾ എന്താണ് പറയുക അറിയത്തില്ലല്ലോ. നല്ലൊരു ഡിസിപ്ലിനായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കാര്യമായി നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടില്ല ഈ പരിപാടിക്ക് വേണ്ടി. നിങ്ങളുടെ ഭംഗിയെടുത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുകയാണ്, സമാധാനം തോന്നുകയാണ്. അതുകൊണ്ടൊക്കെയാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്. പിന്നെ അടുത്തത്, ആ
ബാക്കിയിരിക്കുന്ന ടീച്ചറിലെ ലിസി ടീച്ചറിനെയാണ് എനിക്ക് ആദ്യം പരാമർശിക്കാനുള്ളത്. 19 കൊല്ലക്കാലം KMO സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന ആളാണ്. യാദൃശ്ചികമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ ഒരു ഗസ്റ്റായിട്ട് പഠിപ്പിക്കാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരുടെ നിലപാട്, മനോഭാവം, ഒരുപക്ഷെ ഈ കലഹവും വഴക്ക് പറച്ചിലും മാറ്റി വച്ചിട്ട് അല്പം കൂടി സഹതാപത്തോടു കൂടി ഒരു കമ്പാഷനോടു കൂടി കുട്ടികളെ സമീപിച്ചാൽ ചിലപ്പോൾ മാറ്റം വരാൻ ഇടയുണ്ടാവും എന്നെനിക്ക് ബോധ്യമായ ഒരു സൈലൻ്റ് ഒരു മോട്ടിവേഷൻ ടീച്ചറിനെയാണ്. ഞാൻ ടീച്ചറിൻ്റെ ഒരു നന്ദി പറയുന്ന ആദ്യം ഒരു കൈയിടിച്ചാലോ കേട്ടോ. നിങ്ങൾ ഒരുപക്ഷെ മുഖം കാണുന്നില്ല, ഇത് കാരണം ടീച്ചറിൻ്റെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ലേ, കർട്ടൻ കാരണം. നമ്മളിനി ഞാൻ ഈ ചില നന്ദി കൂടി എനിക്ക് പറയേണ്ടത് ഇരിക്കുന്ന ബിബിനച്ചൻ, ബിബിനച്ചനും ബിനേഷ് ഞങ്ങൾ 3 പേരും ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് വന്നത്. ഞാൻ രാവിലെ പറയുകയുണ്ടായി, രാവിലെ നമ്മൾ ഈ അച്ഛന്മാരുടെ ടീം സ്പിരിറ്റ് കൃത്യം പോയെങ്കിൽ മാത്രമേ സ്കൂൾ നന്നായി പോവുകയുള്ളൂ. അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഞങ്ങൾ ആരും നേതാക്കന്മാർ, ഞങ്ങൾ ടീം സ്പിരിറ്റിലാണ്. കാരണം ബിബിനച്ചൻ മാനേജറാണെങ്കിലും അദ്ദേഹം ഞങ്ങൾക്ക് ഫ്രീഡം തരികയും എന്നാൽ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ കൃത്യമായൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് ഈഗോ കോംപ്ലക്സ് ഒന്നുമില്ല. പക്ഷേ ഞങ്ങൾ 3 പേരുടെയും 3 സ്വഭാവ രീതികളാണ്. നിങ്ങൾ ഇന്നലെ അത് പിടിയിട്ടുണ്ടാവുമായിരിക്കും ഹ്യൂമാനിറ്റീസുകാർക്ക്. എൻ്റെയും ബിനേഷിൻ്റെയും സ്വഭാവ വ്യത്യാസം എന്താണെന്ന് ഇന്നലെ പിടികിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ടീം സ്പിരിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തരുടെയും നമ്മുടെ ചിന്തകൾ, സ്വപ്നങ്ങൾ, വിദ്യാഭ്യാസ പദ്ധതികളെല്ലാം സെയിമാണ്. അത് മതി ഒരു ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തിപരമായി 2 വർഷങ്ങളായിട്ട് ബിബിനച്ചൻ സ്കൂൾ മാനേജറാണ്. വളരെ വിലപ്പെട്ട ഐതിഹാസികമായ പ്രവർത്തനമാണ് അദ്ദേഹം താഴെ കാഴ്ചവെക്കുന്നത്. 8ാം ക്ലാസ്സിൽ 10 ഡിവിഷനായി. ഇപ്പോൾ ഞാൻ മിനിമം 4 ഡിവിഷനേ ഉള്ളൂ. പക്ഷേ ഒരു ഒറ്റ അച്ഛൻ്റെ ഒരു പ്രവർത്തനമാണ് അവിടെ ഹൈസ്കൂൾ ഇത്രയും വലുതാക്കി മാറ്റിയത്. വലിയൊരു പ്രസ്ഥാനങ്ങളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തിപരമായ ഒരു നന്ദി കൂടി ഞാൻ ബിബിനച്ചൻ നന്ദി പറയുകയാണ്, കൂടെ നിന്നതിനും സഹായിച്ചതിനും എല്ലാം. അതുപോലെ ഞാനും ബിനേഷും തമ്മിൽ അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം ആരാണ് പ്രിൻസിപ്പാളെന്ന് എനിക്കിപ്പോൾ അറിയില്ല, ഞാനാണോ ബിനേഷാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും പ്രിൻസിപ്പൾമാരാകട്ടോ. എങ്കിൽ കൂടി ഞാൻ ചെയ്യേണ്ട ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ കേൾക്കാൻ ഈ പരിപാടി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്, ഞാൻ ചെയ്യേണ്ട അനേകം ജോലികൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം സൈലൻ്റാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നേക്കാൾ കൂടുതലായിട്ട് പലപ്പോഴും നിങ്ങൾ ബിനേഷിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് സ്നേഹം കൂടുതൽ. എനിക്കത് യാതൊരു പ്രയാസമില്ല. കാരണം ഞാൻ പുറകെ പറയും കാരണം എന്താണെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഈ വലങ്കയായി ഈ 2 വർഷക്കാലം എടുത്തു പറയുകയാണ്. അതിന് കാരണം ഫസ്റ്റ് കോവിഡ് പീരീഡ് വളരെ ക്രൈസിസ് ഉള്ളതാണ്. കൂടെ നിന്ന് പ്രവർത്തിച്ചതിനും എല്ലാത്തിനും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു നന്ദി കൂടി പറഞ്ഞു ഞാൻ ചിന്ത പങ്കുവയ്ക്കുകയാണ്. പിന്നെ ലിജോൾ സാറ്, സ്റ്റാഫ് സെക്രട്ടറി, ഇവരെല്ലാം ഈ ടീച്ചേഴ്സൊക്കെ നല്ല സിസ്റ്റമാറ്റിക്കാണ്. പിന്നെ ഞാനാണെങ്കിലും സിസ്റ്റമാറ്റിക് അല്ലാത്തത് ചില കാര്യങ്ങളൊക്കെ. നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് പലപ്പോഴും നല്ലത് കിട്ടിയാലും മോശം കിട്ടിയാലും സ്കൂളിൻ്റെ പ്രിൻസിപ്പളിനായിരിക്കും പേര് കിട്ടുക. പക്ഷേ നമ്മുടെ നിങ്ങൾ പലരും പുറത്ത് പറയുന്നതല്ല കാര്യം. വാസ്തവം ഞാൻ നല്ല കാര്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ വലിയ ദൈവത്തിൻ്റെ വലിയ കൃപാവരമാണ് ഈ സ്റ്റാഫിനെ എങ്ങനെ കിട്ടിയത്. ഞങ്ങൾ തമ്മിൽ ചർച്ച ഉണ്ടാകാറുണ്ട്, തർക്കം ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ കലാലയത്തിൻ്റെ ഓഫീസിന് ഉള്ളിൽ നിൽക്കും എന്നുള്ളതാണ്. നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ മാത്രമാണ് നമ്മുടെ സ്വപ്നം. നിങ്ങളെപ്പറ്റിയുള്ള എന്തുമാത്രം ഗംഭീരമാക്കാവുന്ന ചിന്ത മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക്. പലപ്പോഴും അവരുടെ കുടുംബത്തെപ്പറ്റി മറന്നു വയ്ക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഒരുമിച്ച് പറയുകയാണ്, ലിജോ സാറ്, ഞാൻ പിന്നെ പറയാം, ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ഉള്ളിൽ പിന്നെ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ചില അറിയിപ്പുകൾ പറയാൻ പോവുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആണ്. മോഡൽ പരീക്ഷയുടെ പ്രാധാന്യം ഒന്നോട് പറഞ്ഞേക്കാം. കാരണം നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഒന്ന് മനസ്സിൽ നിന്ന് ഉറപ്പിക്കുക, പരമാവധി ഫുൾ A+. കഴിഞ്ഞ കൊല്ലം നമുക്ക് 72 ഫുൾ A+ ആയിരുന്നു. 21-25 ബാച്ചിൽ അതിനെ കവർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ കുറേ കുട്ടികളെങ്കിലും ഒന്ന് കവർ ചെയ്യാൻ, അതായത് പാസ് മാർക്ക് എത്താൻ പ്രയാസപ്പെടുന്നവരുണ്ടാവാം. പക്ഷേ നിങ്ങൾ ശ്രമിച്ചാൽ സാധിക്കും. നമ്മളിനി ജൂൺ മാസത്തിൽ ഇനി ഇത്രയും ടീം ഒരുമിച്ച് കൂടും. ജൂൺ മാസത്തിൽ നമ്മൾ ചലഞ്ച് നമുക്ക് ഒരുമിച്ച് നിൽക്കുക. നമ്മൾ പോകുന്നവരെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ഭാവിയിൽ നോക്കൂ, ഇവിടെ ബിബിനച്ചൻ പറഞ്ഞത് മറക്കണ്ട, ഇവിടെ പഠിച്ചു പോയ കുട്ടികൾ നമ്മുടെ സെൻറ്റ് മേരീസിൻ്റെ സ്വന്തമാണ്, സ്വപ്നമാണ്. അങ്ങ് അകലെ വരെ ഒരു 10-15 കൊല്ലമായി എനിക്ക് നല്ല ഓർമ്മയിൽ ഇരിപ്പുണ്ട് കുറേയധികം കുട്ടികൾ. നിങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ജൂലൈ ഒരുമിച്ച് കൂടണം എല്ലാവരും തന്നെ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പിക്കണം. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഫുൾ സ്കോറുണ്ട് +1. ആ കുട്ടി +2 ആവർത്തിക്കാൻ പ്രത്യേകം ഞാൻ അനുഗ്രഹിക്കുന്നു. പിന്നെ 3 കുട്ടികൾക്ക് 1 മാർക്ക് പോയിട്ടുണ്ട്, അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക.
പിന്നെ ഇനി നമുക്ക് സാധ്യതയുണ്ട് ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ എല്ലാവരും പാസ്സാകുന്ന ഒരു സ്വപ്നത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. അതിന് ഞാൻ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നു. അപ്പോൾ അത് കൂടാതെ തന്നെ ഈ ഒരു മാഗസിൻ ഞാൻ വെറുതെ മറിച്ച് നോക്കുകയായിരുന്നു. നിങ്ങളുടെ ഒരു 200 രൂപ ഇതിൽ സംഭാവനയുണ്ട്, നിങ്ങളുടെ സീനിയേഴ്സ് 500 രൂപയുണ്ട്, ബാക്കി പുറത്തുനിന്ന് ഉണ്ടെന്നാണ്. നമ്മുടെ ഈ വർഷത്തെ മുഴുവനും പ്രോഗ്രാമുകളുടെ മുഴുവൻ ഫോട്ടോസൊക്കെ ഇതിലുണ്ട്, അധികം ഫോട്ടോസാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ അഭ്യർത്ഥിക്കും, നമുക്ക് ഈ വർഷവും ധാരാളം ഫോട്ടോസ് കളക്ഷനൊക്കെ ഇരിപ്പുണ്ട്. വലിയ വലിയ വിജയങ്ങൾ നേടിയ കുട്ടികൾ ഇരിപ്പുണ്ട്, വലിയ ട്രോഫികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അച്ഛന്മാർ വെറുതെ പറഞ്ഞതല്ല. എനിക്ക് കുറച്ച് ഷാനിമിസ് എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഇതുവരെ ചിന്തിക്കാത്ത വലിയ വലിയ വിജയങ്ങൾ നേടിത്തന്ന ഭാഷയാണിത്. ഒന്ന് ആലോചിച്ച് നോക്കുക. വിജയോത്സവം, യൂത്ത് ഫെസ്റ്റ്, ഇത് യൂത്ത് ഫെസ്റ്റിവൽ, ഓണം, അതുപോലെ ക്രിസ്മസ്, മക്കളെ അറിയാൻ തുടങ്ങിയ വിവിധ പരിപാടികളൊക്കെ എല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മൾ നടത്തിയത്. അതെല്ലാ ഫോട്ടോസും ഇവിടെ കയ്യിലിരിപ്പുണ്ട്. പിന്നെ പ്ലസ് NSS, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതുപോലെ കരിയർ ഗൈഡൻസ്, സൗഹൃദ, അങ്ങനെ പാരലായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഗംഭീരമായി നമുക്ക് കൊണ്ടുനടക്കാൻ സാധിച്ചെന്നുള്ളതാണ്. അവയെല്ലാം എനിക്ക് വളരെയും സന്തോഷവും സ്നേഹവും തോന്നുകയാണ്. അതേസമയം നമ്മുടെ എല്ലാ പരിപാടികളും നിലവാരമുള്ളതായിരുന്നു. ഇപ്പം നിങ്ങളിങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ വന്നുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം അഭിനയിച്ചും പറയുകയുണ്ടായി. മതിയോ ചേട്ടാ പറയണ്ടേ? ശരി. അപ്പോൾ നിങ്ങൾ വളരെ മനോഹരമായി നിങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചില പേഴ്സണലായ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു. അത് മറ്റൊന്നുമല്ല, എല്ലാ ടീച്ചേഴ്സും ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ ഒന്നാമത് സ്നേഹമാണ്, രണ്ടാമത് ഫ്രണ്ട്ഷിപ്പാണ്. ഞാൻ രാവിലെ ചില ക്ലാസ്സിൽ പറയുകയുണ്ടായി, സ്നേഹം നമ്മൾ സൃഷ്ടിക്കുന്നതാണ്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി വരുന്നതാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, KMO സ്കൂളിൽ പഠിച്ച സഫാനും സൈനിലും, കൂടത്തായി സ്കൂളിൽ പഠിച്ച സകൽ PTM സ്കൂളിൽ പഠിച്ച മുഹമ്മദ് ജീവൻ, 4 എങ്ങനെ ഫ്രണ്ട്സായി? അതാണ് സൗഹൃദം ഉണ്ടായി പോകുന്ന, സൗഹൃദം ഉണ്ടായി വരുന്നതാണ്. എനിക്കറിയാം, നിങ്ങൾ ഫ്രണ്ട്സാണെന്ന് എനിക്കറിയാം. അങ്ങനെ തന്നെയാണ് ഇവിടെ ഈ സ്കൂളിൽ മുഴുവൻ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പലരുടെയും ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ വന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കി. എങ്ങനെ ഫ്രണ്ട്സായി? 30-40 സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് വന്നിരിക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ്, ടീച്ചേഴ്സിനും അങ്ങനെ തന്നെയാവാം. അതുകൊണ്ടൊക്കെയാണ് ഞാനിവിടെ സ്വീകരിച്ച നിലപാട് ഇതാണ്. നിങ്ങൾക്ക് അടുപ്പമുള്ള ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ആകാം. നിങ്ങളെ നയിക്കാൻ ഒരു ഫ്രണ്ട്ഷിപ്പുള്ള ഒരു ആവശ്യമാണ്. എനിക്ക് അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവാം ഇൻസ്റ്റാഗ്രാമിൽ, ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ബർത്ത്ഡേക്ക് ഒരുപക്ഷെ പോസ്റ്റ് ചെയ്യുന്ന ഞാനായിരിക്കും. ഒരുപക്ഷെ ചിലർ ചോദിക്കും, അത് കാര്യകാരണം എന്താണ്? എൻ്റെ നിലപാട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, ബഹുമാനിക്കാനുള്ളത് ഏറ്റവും നല്ലതായിരിക്കണം എപ്പോഴും. അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ എല്ലാ പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പഠിച്ചു പോയ പല കുട്ടികളുടെയും ബർത്ത്ഡേക്ക് ഞാൻ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്, ബർത്ത്ഡേ വിഷ് ചെയ്യാറുണ്ട്. അത് ചില ഫ്രണ്ട്ഷിപ്പിൻ്റെ തലങ്ങളാണ്. അങ്ങനെ വ്യക്തിപരമായി ഫ്രണ്ട്ഷിപ്പുള്ള കുറേ അധികം കുട്ടികൾ ഈ കൂടെയുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് എന്നേക്കും നിലനിൽക്കും. അതേസമയം നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പുള്ള ടീച്ചേഴ്സുമായി നിങ്ങൾ എപ്പോഴും ബന്ധം പുലർത്താം, തുടരുക. ടീച്ചേഴ്സിൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവണം. എപ്പോഴും ആ ഒരു ചിന്തയോടെ നമുക്ക് ഇവിടെ നിന്നും പിരിയാം. ഇനി നമ്മുടെ ഈ ചെലവുകളൊക്കെ നിർവഹിച്ചതിൽ നിങ്ങളെല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും വ്യക്തിപരമായി ഈ പിരിവ് നടത്തുന്ന ആൾ എന്ന നിലയ്ക്ക് ചിലപ്പോൾ എന്നോട് പ്രയാസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബസ് ഫീസ് കിട്ടാതെ മേടിക്കാതെ ടീസ് തരില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അറിയണം, ഇതെല്ലാം നമ്മുടെ സ്കൂൾ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് തന്നെയാണ്. ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. ഈ വർഷം നമ്മൾ നിരവധി പുതിയ കാര്യങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ ലാബ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ബയോളജി ലാബ് നമ്മൾ ഉണ്ടാക്കി. അതുപോലെ മുകളിലത്തെ ഗാർഡൻ, ഇതെല്ലാം ഒരുപാട് നമ്മളെ സഹായിച്ചത് മാനേജേഴ്സിനാണ്. അത് നേരിട്ട് വന്നിരുന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷം നമ്മുടെ സ്കൂൾ 15 കൊല്ലം പൂർത്തിയാക്കുകയാണ്. 10 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഒരു അലൂമിനിയം മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് ഈ വർഷം ഞാൻ ആലോചിച്ച് നോക്കി വേണ്ടായെന്ന്. പക്ഷേ നോക്കിയപ്പോൾ പ്രിയപ്പെട്ട പല കുട്ടികളും വിദേശത്താണ്, ഭൂരിപക്ഷം വരും വിദേശത്തേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷം അങ്ങനെ വെച്ചിട്ടില്ല. ഈ 15 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഇറങ്ങുന്ന ഭാഷയാണിത്. അതുകൊണ്ട് ഈ മാഗസീനിൽ അങ്ങനെ ഒരു പ്രത്യേക കാര്യം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ വിജയമാണ് നമ്മുടെ നേട്ടം. നിങ്ങൾ ഞങ്ങളെപ്പറ്റി പറയുന്ന നല്ല വാക്കുകളാണ്, പുറത്ത് പറയുന്ന നല്ല വാക്കുകളാണ് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം. ആഫ്റ്റർ ഓൾ
നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് എൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്രം. ഈ ചിന്തകളോടെ എല്ലാവരെയും നന്ദിയോടെ ഓർമ്മിക്കുന്നു, സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. വൈദിക നിലയ്ക്കുള്ള അനുഗ്രഹവും എപ്പോഴും കൂടെയുണ്ട്. ടീച്ചേഴ്സിന് എല്ലാവരുടെയും അനുഗ്രഹം കൂടെയുണ്ട്. വിജയിച്ച് വരിക, നന്മയിൽ വളർന്നു വരിക. ഇനി നമുക്ക് അടുത്തതായി ഒരു കാര്യം കൂടി പറയാനുണ്ട്. എല്ലാ കൊല്ലവും ഒരു ഫോർമാലിറ്റിക്കാണ് നമ്മൾ എന്താണ് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിനെ നമ്മൾ എലക്ട് ചെയ്യുന്നത്. ടീച്ചേഴ്സാണ് അത് വോട്ടിട്ട് നിശ്ചയിക്കുന്നത്. സെൻറ്റ് മേരീസ് സ്കൂളിലെ ഒരു സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ എല്ലാവരും അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ്, ഒരു ബാച്ച് നിലയ്ക്കല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവർക്കും എല്ലാവരും അറിയാം. അതുകൊണ്ട് ഓരോ ബാച്ചിലെയും ഒരു ഓവറോൾ ബെസ്റ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തിയ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഒരുപിടി ആളുകൾ അങ്ങനെ ഒരു ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് അവാർഡ് കൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ കഴിവും മികവും പുലർത്തിയ ഞാൻ കുറച്ച് പേരുകൾ വേണേൽ വായിക്കാം, എല്ലാവരും ഉൾപ്പെടുന്നില്ല, വേണമെങ്കിൽ നോക്കൂ. ക്രിസ്ജോ അഭിലാഷ്, നമ്മുടെ ഈ വയലിൻ നമ്മുടെ സ്റ്റേറ്റിൽ നമുക്ക് അംഗീകാരം കിട്ടിയ വലിയ കഴിവ് കിട്ടിയ കുട്ടിയാണ്. അതുപോലെ ദിൽഷാൻ എവിടെ പോയി? ദേശീയ ഒന്ന് കഴിവൊക്കെ ദിൽഷാൻ എവിടെ? അവിടെ ഓക്കെ. അടുത്തത് സകൽ, അവൻ്റെ കാര്യമൊക്കെ കുഴപ്പമാണെങ്കിൽ അവന് അപാര സ്റ്റേറ്റിലൊക്കെ സമ്മാനം നേടിയ ആളാണ്. എനിക്ക് അവിടെ തന്നെ അവനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. ഓക്കെ. അടുത്തത് എലിസബത്ത് റോസ്, അവിടെ ഗംഭീരമായി. ഞാൻ വിചാരിച്ചില്ല എലിസബത്ത് മൈക്കിൽ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. പിന്നെ എന്താണ് ജോസിയ, കുറേ പേര് വയ്ക്കുന്നുള്ളൂ, നിങ്ങൾക്കറിയാം. അതുപോലെ മാസിൻ, അലൻ, വിൻസെൻ്റ്, ഇവരെല്ലാം മാഗസിനിൽ ഫോട്ടോ വരും കേട്ടോ. പിന്നെ ഒരു ഡാൻസിൻ്റെ ഒരു ടീം, നിങ്ങൾ ടീച്ചേഴ്സൊക്കെ പറയുണ്ടായി, ഈ ഇത്രമാത്രം അവർ കട്ടയ്ക്ക് മത്സരിക്കുന്ന റയോണ, അലീന, പിന്നെ എന്താണ് നിഹ, ജ്യോതിക, അങ്ങനെ ഇനിയിപ്പോൾ ഒരു യൂത്ത് ഫെസ്റ്റിവലൊക്കെ എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രിജോഷൊക്കെയാണ് കഴിഞ്ഞ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഇത്. ഈ ആർക്കാ ഫസ്റ്റ് കൊടുക്കുന്നത്, ആരെ അവസാനം ചെയ്ത് ഒരു പ്രിൻസിപ്പൾ അവർ പറയുക ചെയ്ത്. അത്രയ്ക്ക് ക്ലാസിക്കൽ ടോപ്പായ ഡാൻസുകാർ, അങ്ങനെയുള്ള കുട്ടികൾ. പിന്നെ പഠിക്കുന്ന നോക്കി എല്ലാവരും ആയോ? ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. നീന്തൽ പറഞ്ഞു. പിന്നെ ഷാമിൽ, നമ്മുടെ ഫുട്ബോൾ. പിന്നെ നമ്മുടെ CMI വലിയ ട്രോഫി എല്ലാം ഓർമ്മയില്ലേ? തൃശ്ശൂർ പോയിട്ട് ഒരു ട്രോഫിയെല്ലാം കൊണ്ടുവന്ന ടീം അവിടെയുണ്ട്. റിതൂഷൊക്കെ ഉണ്ട്. അഞ്ജന ഒരു വീഡിയോ, നമ്മുടെ ഒരു ടീച്ചേഴ്സേക്ക് ഒരു വീഡിയോ ഗംഭീരമാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ പറയാൻ ഒരുപാടുണ്ട്. പിന്നെ പഠിത്തക്കാർ അനറ്റ് ഫുൾ സ്കോർ ചെയ്ത് മേടിച്ചു. അമയ, നിജലക്ഷ്മി, ലിയാൻഡർ, അങ്ങനെ വലിയ ഗംഭീരമായ മികവ് പുലർത്തിയ കുട്ടികളുമായി സമ്പന്നമാണ് ഈ ബാച്ച്. അഭിമാനിക്കാം. നിങ്ങൾ ആത്മാവാണ്, സ്നേഹത്തോടെ. എങ്കിലും 3 പേരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരു പേരിനാണ് ഒരു മെമ്മൻ്റ് കൊടുക്കുന്നത്, പിന്നാലെ അറിയിക്കുന്നതാണ്. നമുക്കിനി ഞാൻ പതിവായി നീട്ടി പറയുന്ന 2 മുഹൂർത്തമാണ്. ഒന്ന് എന്തോ പിന്നീട് സമയം. ഓക്കെ. നമുക്കിനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അത് കമൻട്രി പറയും. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു മതമുണ്ട്, ഈശ്വരനുണ്ട്. ആ ഈശ്വരനിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ച് ഗുരുക്കന്മാർ നിങ്ങളെ അനുഗ്രഹിച്ച് യാത്രയാക്കാൻ പോവുകയാണ്. തിരി നിങ്ങളെ തെളിച്ചു തരും. മറ്റ് വിശദാംശങ്ങളൊക്കെ അവർ പറയും. പ്രാർത്ഥന ചൊല്ലി തരും. നമുക്ക് ആ ചടങ്ങിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു നല്ല കൈയടി വെച്ചാൽ ഒരുമിച്ച് കൈയടിച്ച് എല്ലാവരും നന്നായിട്ട്. താങ്ക് യു. We are proceeding to candle lighting ceremony. Let the light enlighten us and make of your future bright. Now, I invite respected manager to light the candle and hand over to our respected principal and then to the class teachers. നമുക്ക് വളരെ ആഴമായ ഒരു പ്രയർഫുൾ, നമ്മളിത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പേരൻസ്, ഗുരുക്കന്മാർ, ഇതുവരെ പഠിപ്പിച്ച ഗുരുക്കന്മാരെയൊക്കെ ഓർമ്മിക്കുകയാണ്. KG മുതൽ +2 വരെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ ഓർമ്മിക്കുകയാണ്. നമ്മൾ തിരി ഒന്ന് കൈപിടിക്കുന്നു. ആദ്യം പ്രിൻസിപ്പളിലാണ് തിരി തെളിക്കുന്നത്. ആ തിരി എല്ലാവരിലേക്കും പകരുകയാണ്. പിന്നെ അച്ഛനും മനയച്ഛനും തിരി കൈമാറുകയാണ്. എല്ലാവരും തിരി ഒന്ന് ഉയർത്തിപ്പിടിക്കുക. നമ്മൾ ഒന്ന് കണ്ണടയ്ക്കും, ദയവായി കണ്ണടയ്ക്കും എല്ലാവരും. മാതാ, പിതാ, ഗുരു, ദൈവം നമ്മളെ പഠിച്ചിരിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ അക്ഷരം പഠിപ്പിച്ച് തുടങ്ങിയ ഇതുവരെയുള്ള എല്ലാ ഗുരുക്കന്മാർ, നിങ്ങളുടെ അധ്യാപക വൃന്ദം ഇവിടെ അവസാനിക്കുന്ന, ഇവിടുന്ന്
ആരംഭിക്കുന്നില്ല, അവസാനിക്കുന്നുമില്ല. ഇതിന് മുമ്പ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അവരെല്ലാം നമ്മളെ സ്വാധീനിച്ച ടീച്ചേഴ്സിനെ കൂടി ഓർമ്മിച്ചു. നമ്മൾ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുന്നതിലേക്കുള്ള പടി കടക്കുന്ന പരീക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഉറച്ച തീരുമാനമെടുക്കുക. എത്ര മാർക്ക് നേടി എന്നുള്ളതല്ല, ഞാൻ കഠിനമായി പരിശ്രമിക്കുന്ന ചിന്തയോടെ അതിനായി ഈശ്വരൻ്റെ വലിയ കൃപ വിശ്വസിക്കുന്ന ഈശ്വരനിലേക്ക് സമർപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു പ്രതിജ്ഞയെ ഒന്ന് ഏറ്റു ചൊല്ലണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തെ ഉന്മൂലനം ചെയ്ത് സത്യത്തിലേക്കും തിന്മയെ വെടിഞ്ഞ് നന്മയിലേക്കും ഞങ്ങളെ നയിച്ചാലും ജാതി മതവർഗ വർണ്ണഭേദമന്യേ സാഹോദര്യം, സമത്വം, മതേതരത്വം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊരുളാർന്ന ജീവിതത്തെ അറിഞ്ഞ് മൂല്യബോധവും ലക്ഷ്യബോധവും സാമൂഹിക ബോധവുമുള്ള ഉത്തമ പൗരന്മാരായി കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി നിലകൊള്ളുമെന്ന് ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിനെ പ്രഖ്യാപിക്കാൻ പോകുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. വർഷം ശാസ്ത്രീയ സംഗീത പഠനം പൂർത്തിയാക്കി. മീഡിയ 1 ചാനലിൽ 14-ാം രാവ് റിയാലിറ്റി ഷോയിലെ ഫസ്റ്റ് റണ്ണറപ്പ്. ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ വോയിസ് ഓഫ് കേരള എന്ന റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റന്റ്. മഹാരാജാസ് കോളേജിലെ BA മ്യൂസിക് വിദ്യാർത്ഥിയും സെന്റ് മേരീസിന്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അഷിക വിനോദിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തൊരു മായ
ഒരു പൂവില്ലേ മോളുടെ നാളുകളായിരം മോഹങ്ങളിയ മാനസമായിരം എന്നൊരു മാമയിലാടണ പൂമണിയാക്കിയതാരുടെ പാട്ടിലെ മോഹന സാഗരമേ. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന
This is a song which is gonna be a massive hit of the year. ಮಾಡಿಸುತ್ತ ಮನುಷ್ಯನ ತೋಳ ಬಚ್ಚಿ ಮೇಲೆ ಕಟ್ಟಿ ಎರ್ರರ್ರ ನಾಕಮುಖ 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 ಮಾಡಿಸುತ್ತ ಮನುಷ್ಯನ ತೋಳ ಬಚ್ಚಿ ಮೇಲೆ ಕಟ್ಟಿ ಎರ್ರರ್ರ ನಾಕಮುಖ 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 അത് പൊട്ടി വിരിഞ്ഞതും പല ഭാഗത്തിരുന്നൊരു കൊടുന്നനെ അത് കണ്ട് തരിച്ചു നിന്നു. അടിക്കാരും കരക്കാരും തുറിച്ചു നിന്നു. കാലാകല്ലം പോലെ തന്നെ അയ്യങ്ങ പങ്കാവിലത കരക്കാരും വരുത്തരും തമ്മിലടിച്ചു. അതിൻ പൊരുൾ അറിയാതെ തരിച്ചു നിന്നു. താനോ താനിന്താനോ താനിന്നാനേ താനോ താനിന്താനോ താനിന്നാനേ താനോ താനിന്താനോ താനിന്നാനേ താനോ താനിന്താനോ താനിന്നാനേ. Now we have +2 Commerce for an amazing dance performance. चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 चल छैया 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 सारे इश्क की छाँव चल छैया छैया सारे इश्क की छाँव चल छैया आओ जन्नत चले चल छैया छैया पाओ जन्नत चले चल छैया चल छैया 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 आग लगा के दिलों को जला के
पल्लू लटके रे मारो पल्लू लटके जरा सा टेढ़ो हो जा बाल जोर से अंगड़ाइयाँ लेती हूँ मैं जब जोर से वो आह की आवाज है आती हर रोर से मैं तो चलूं इस कदर कि मच जाए गदर होश वाले भी मदहोश आए नजर मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से मेरे फोटो को सीने से यार चिपका ले सैया फेविकॉल से டெரா பைட்டா காதல் இருக்கு நீயோ பிட்டா பைட்டு பண்ணா ஏறுங்க இருக்கு டெரா பைட்டா காதல் இருக்கு நீயோ பிட்டா பைட்டு பண்ணா ஏறுங்க இருக்கு இன்ஸ்டாகிராமத்துல பாட்டி வாழலாம் நாம வாழும் நிமிஷத்தெல்லாம் சுட்டு தள்ளலாம் நானும் நீ சேரும் போது தாறு மாறுதான் ஃபேஸ்புக்கில் பிச்சு கீழும் லைக் ஷேர் தான் லெட்ஸ் டேக் a selfie புள்ள give me a selfie புள்ள give me a let's take a selfie புள்ள give me a selfie புள்ள give me a let's take a selfie புள்ள selfie புள்ள selfie புள்ள selfie புள்ள பாடி பலந்தவனா நாயன் கட்டாயா நீ குடிச்சு பாரு பையா பலகர சோடா அது பேரு கொக்கோ கோலா 8000 வாட்ஸ் பல்பு அது எரிய தேவை பவர் அத குறைக்குது பாட்டா
सारी की सारी दुनिया भुला के मैं तो तेरे नाल नचना Baby you so sexy Boy you could be my one and only मैं तो तेरे नाल नचना And then I see you looking at me आजा बात कर ले दिल की होने लगेंगे अफसाने You know it, so sing it. Now throw your hands up and say. Oh, disco दीवाने नशीली है रात वो हाथों में हाथ नाचेगा ऐसा There's something about tonight, something very special. മത്താപ്പൂവേ മുത്തുപൊഴിച്ചാട്ടെ പത്തരമാറ്റായി കത്തിത്തുടിക്കാം പാട്ടിൻ കൊട്ടാരം ഇത് പവിഴക്കൊട്ടാരം രാത്തിങ്കൾ പൊന്നായി മിന്നും മിന്നൽ മിന്നാരം ഷറാബ് പോലെ തുള്ളി തുള്ളി തുളുമ്പും നെഞ്ചിൽ നിന്നും നേരിൻ സംഗീതം ആഹാരൊന്നില്ലാവായി ഉള്ളിനുള്ളിൽ തുടിക്കും അന്തിവിന്നിൻ കാന്തൽ പൂവട്ടം മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോണി അണ്ണൻ വന്നാൽ കുമ്പിട്ടു നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും சொல்லு ഇവനെ തൊഴുവാനായി എന്നും ജന
തിരക്ക് കാലം നടത്തു വെച്ചാൽ പോലും അണ്ടർവേൾഡ് ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊല്ലമല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊല്ലമല്ലുമിനാട്ടി. കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ തോക്കിൻ കാഞ്ചിവല് ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൊട്ടി വെച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ടപ്പുലി ഇടയാൻ വന്നോരുക്കും നിന്നോരുക്കും പണ്ടേ ആപത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാവത്തും ഞൊടിയിൽ മതയാനെ മെരുക്കിടും കരുത്ത് ഇവനെ പടച്ചു വിട്ട കടവിളക്ക് 10-10 ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി. ഉലകിതിലാരോടും തോൽക്കാവീരൻ കലളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ താലോട്ടും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടതെന്തേ കരയാൻ കണ്ണീരില്ല കണ്ണീരൊപ്പാൻ ആരും പോരണ്ട എരിയും മുന്ന കണ്ണിൽ കോപം കൊള്ളും സംഹാരമൂർത്തി മരണം പടിവാതിൽ കടന്നിടാൻ മടിക്കും ബോംബെ നഗരം ഇവൻ വരുന്നതിനും സ്വപ്നം കാണും താനനനന താനനനന താനനനനാനനനനാനനന താനനനന താനനനന താനനനനാനനനനാനനന ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി. వచ్చి వచ్చి చూపేస్తుండే ఫీలింగ్స్ ఫీలింగ్స్ వచ్చుంటాయి ఫీలింగ్స్ వచ్చుంటాయి ఫీలింగ్స్ వచ్చి వచ్చి చూపేస్తుండే ఫీలింగ్స్ ఫీలింగ్స్ പിണങ്ങുന്ന നേരത്ത് ചെണുങ്ങുന്ന നേരത്ത് കണ്ണുകൊണ്ടെന്നെ വിളിക്കുന്ന നേരത്ത് പൂതിരുന്ന നേരത്ത് പൊന്നണിയും നേരത്ത് അണിഞ്ഞൊരുങ്ങാതിരിക്കുന്ന നേരത്ത് കലനി വരുന്ന നേരത്ത് നേരത്ത് കമനിലം വരും നേരത്ത് വെള്ളം കോരി തുണി നിർത്തുന്ന നേരത്ത് വച്ചുണ്ടായ ഫീലിങ്സ് വന്ന് വന്ന് കൊല്ലുന്നല്ലോ ഫീലിങ്സ് ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്ന് വന്ന് കൊല്ലുന്നല്ലോ ഫീലിങ്സ് ഫീലിങ്സ് കൺമനത്തുമ്പുകളോ അമ്പിളി പൂനില നാവുകളോ പുഞ്ചിരി തുമ്പികളോ മല്ല മലർമണി ചെണ്ടുകളോ നിൻമണി ചുണ്ടുകളോ പാട്ടുകളോ പൂങ്കില തുണ്ടുകളോ
മുടി മാടി തട്ടുമ്പോൾ കളിയണ കെട്ടി പിടിച്ച് കിടക്കുമ്പോൾ ഓരോരോ നിരത്ത് നീയുള്ള നേരത്ത് വച്ചിട്ടുണ്ടായി ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്ന് വന്ന് കൊല്ലുന്നല്ലോ ഫീലിങ്സ് ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സ് വന്ന് വന്ന് കൊല്ലുന്നല്ലോ ഫീലിങ്സ് ഫീലിങ്സ് മല്ലികവാണന്റെ അമ്പുകളോ അമ്പിളി പൂനില നാമ്പുകളോ
ഒന്ന് അടിച്ച് പൊളിച്ച് കാണാൻ വേണ്ടി സിബിയച്ചന് അത്രയും ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ കൂടെ കൂടൂലേ? ഒച്ചത്തിൽ പറ. ഓക്കെ. ഇല്ല വീതി ചാടണ്ട പാൽക്കവുങ്ങ്, പാൽക്കവുങ്ങിന്തല്ല പൂത്താൽ പിന്നെ പൂവൊന്നും ഞമ്മള് കാണൂല. എല്ലാവരും ഒന്ന് കളിക്കും, ഇങ്ങോട്ട് ഇറങ്ങിക്കോ.
സിബിയച്ചനും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും അനധ്യാപകർക്കും അനിയന്മാർക്കും അനിയത്തികൾക്കും ഒക്കെ നന്ദി പറയുന്നു. താങ്ക് യു. क्यों हो रहा है
ബിനേഷ് അച്ഛ, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഫെയർവെൽ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടി മനോഹരമാക്കി തീർത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി അധ്യക്ഷത നിർവഹിച്ച നമ്മുടെ സ്കൂൾ മാനേജർ ബിബിൻ അച്ഛന് സെൻറ് മേരീസ് ഫാമിലിയുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമാക്കി തീർക്കാൻ നമ്മുടെ ഏവരുടെയും കൂടെ നിന്ന് സഹകരിച്ച നമ്മുടെ സെൻറ് മേരീസ് ഫാമിലിയുടെ നെടുന്തൂണായ ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സിബി അച്ഛന് സെൻറ് മേരീസ് ഫാമിലിയുടെ വക നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി സ്വാഗതം അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ സ്കൂൾ ചെയർപേഴ്സൺ അനയ സണ്ണിക്ക് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരായ ലിജോഷ് സാർ, ബിനേഷ് അച്ഛൻ, ഷിജിത മിസ്, ഷാനി മിസ് എല്ലാവർക്കും എല്ലാ വിദ്യാർത്ഥികളുടെ പേരിലും നന്ദി അറിയിക്കുന്നു. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായ എലിസബത്ത്, ആദിദേവ്, സോന എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഈ പരിപാടി ഇത്രയും മനോഹരമാക്കിയ നമ്മുടെ വിശിഷ്ടാതിഥിയും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അശിക ചേച്ചിക്കും ചേച്ചിയുടെ അമ്മയ്ക്കും സെൻറ് മേരീസ് ഫാമിലിയുടെ വക എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പരിപാടി ഇത്രയും മനോഹരമാക്കി തീർക്കാൻ സഹകരിച്ച ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും അതേ നമ്മുടെ സിബി അച്ഛനും ബിനേഷ് അച്ഛനും അതുപോലെ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. Okay.